വർക്കിംഗ് കമ്മിറ്റിയാണ് ഇന്ന് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ കൂടിയത്. കോവിഡ് പ്രോബ്ലത്തിന് ശേഷം ഫിസിക്കലായിട്ടൊരു മീറ്റിംഗ് കുറേ സമയത്തിന് ശേഷം ഇന്ന് ആദ്യമാണ് കൂടിയത്. മറ്റൊക്കെ സൂം മീറ്റിങ്ങും ഒക്കെ ആയിട്ട് പോവായിരുന്നു. വിഷയങ്ങളുടെ പ്രാധാന്യം കൊണ്ടാണ് ഇന്ന് നേരിട്ട് തന്നെ ഉള്ള മീറ്റിംഗ് വേണം എന്ന് പാർട്ടി തീരുമാനിച്ചത്. സംസ്ഥാന സെക്രട്ടറി KP മജീദ് സാഹിബിന് ചില കുടുംബപരമായ ആവശ്യങ്ങളുള്ളത് കൊണ്ടൊന്ന് മീറ്റിംഗ് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റു പലരും സൂമിൽ പങ്കെടുത്തു. ഒട്ടുമിക്ക വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരും അഡീഷണലായിട്ട് സൂമിലും പങ്കെടുത്തു. പ്രധാനമായി 2-3 തീരുമാനങ്ങളാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. ഒന്ന്, കേരളത്തിൽ നടന്ന അനിതര സാധാരണമായ അഴിമതികളിൽ ആടി ഉലയുന്ന ഒരു സർക്കാരിനെയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അക്ഷരാർത്ഥത്തിൽ ഈ സർക്കാർ, കേരള സർക്കാർ ആടി ഉലയുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സർക്കാർ വാസ്തവത്തിൽ ഒരു കാര്യം കൈകാര്യം ചെയ്താലും ഇനി ശരിയാവില്ല. കാരണം അത്രമാത്രം മുഖം നഷ്ടപ്പെട്ട ഒരു ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. ഈ സർക്കാരിനെ സംബന്ധിച്ച് വർക്കിംഗ് കമ്മിറ്റി പൊതുവിൽ വിലയിരുത്തിയത് ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണക്കടത്ത് മയക്കുമരുന്ന് ലോബികൾക്ക് കേരളത്തെ വിറ്റ് കാശാക്കുന്ന സർക്കാരിനെതിരെ UDF നടത്തുന്ന പ്രക്ഷോഭം അതിൽ വളരെ സജീവമായി പാർട്ടി പങ്കെടുക്കും. മുഖ്യമന്ത്രി രാജിവെക്കുക എന്നുള്ള മുദ്രാവാക്യം ഉയർത്തി UDF വളരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. പാർട്ടി UDF പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് ഏകദേശം കടന്നു കഴിഞ്ഞ സ്ഥിതിക്ക് UDF ആയി ഈ പ്രക്ഷോഭത്തെ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. ഇന്ന് തന്നെ UDFൻ്റെ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് അല്ലേ? ജില്ലാ തലത്തിൽ താഴെ തട്ട് വരെ കൊണ്ടുപോവുകയാണ്. UDF ഒറ്റക്കെട്ടായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നുണ്ട്. ജനങ്ങളുടെ പ്രതീക്ഷ ഇപ്പോൾ UDFലാണ്, ഐക്യ ജനാധിപത്യ മുന്നണിയിലാണ്. വർക്കിംഗ് കമ്മിറ്റി ഇന്ന് വിശദമായി അത് വിലയിരുത്തി. കേരളത്തിൽ BJPയോ അല്ലെങ്കിൽ LDFോ അല്ല, എല്ലാ വിഭാഗയും ജനങ്ങളുടെയും പ്രാതിനിധ്യം ഉൾക്കൊള്ളുന്ന നല്ല ഭരണം കാഴ്ചവെച്ച ചരിത്രമുള്ള UDF തദ്ദേശ ബോഡികളിലും അതുപോലെ തന്നെ സംസ്ഥാനത്തും അധികാരത്തിൽ വരണം. അതിന് വളരെ നല്ല നേതൃത്വം കൊടുത്തുകൊണ്ട് UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ വിഷയങ്ങളൊക്കെ ആസ്പദമാക്കി വളരെ സജീവമായി അതിൽ പങ്കെടുത്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനം. സംവരണ സമുദായങ്ങളോട് കേരള സർക്കാർ ചെയ്തിരിക്കുന്നത് കടുത്ത അനീതിയാണ്. അടുത്ത വിഷയം സംവരണമാണ് ഇന്ന് വർക്കിംഗ് കമ്മിറ്റി പരിഗണിച്ചത്. സംവരണ സമുദായങ്ങളോട് കേരള സർക്കാർ ചെയ്തിരിക്കുന്നത് കടുത്ത അനീതിയാണ്. പിന്നോക്ക വിഭാഗങ്ങളുടെ ആനുകൂല്യം ഇല്ലാതാക്കി സംവരണത്തെ അട്ടിമറിച്ചിരിക്കുകയാണ്. അടിസ്ഥാന തത്വം തന്നെ അട്ടിമറിക്കപ്പെട്ടു. മെറിറ്റ് വിഭാഗങ്ങൾക്കും ഇത് ദോഷകരമാണ്. വളരെ അശാസ്ത്രീയമായ രീതിയിൽ ചെയ്തിരിക്കുന്നത് അവസാനം മെറിറ്റ് കോട്ടയെ പോലും ബാധിക്കുകയാണ്. ഇക്കാര്യത്തിൽ സംവരണ സമുദായ സംഘടനകളുമായി ചേർന്ന് പ്രക്ഷോഭ പരിപാടികൾ പാർട്ടി ആവിഷ്കരിക്കും. സംവരണത് ഒരു സമുദായത്തിൻ്റെ പ്രശ്നമല്ല, ഇത് സംവരണ ആനുകൂല്യം കിട്ടുന്ന എല്ലാ ജനവിഭാഗങ്ങളുടെയും പ്രശ്നമാണ്. എല്ലാ സംവരണ സമുദായങ്ങളുടെയും പ്രശ്നമാണ്. അല്ലാതെ ഒരു സമുദായത്തിൻ്റെ പ്രശ്നമോ 2 സമുദായത്തിൻ്റെ പ്രശ്നമോ അല്ല. അപ്പോൾ അതുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്നത് സംവരണ സമുദായ മുന്നണിയാണ്. മുസ്ലിം ലീഗ് അതിൽ പങ്കാളിയാണ്. അപ്പോൾ അതിനകത്ത് സാമൂഹ്യ നീതിക്ക് വേണ്ടി നടക്കുന്ന ഒരു പോരാട്ടമാണ്. അതിന് വിഭാഗീയമായോ വർഗീയമായോ കാണേണ്ടതില്ല. സാമൂഹ്യ നീതിക്ക് വേണ്ടി നടക്കുന്ന ആ പോരാട്ടത്തിൽ അവരോടൊപ്പം നിൽക്കും.
ആ പ്രക്ഷോഭ പരിപാടികൾ വിജയിപ്പിക്കുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് വേണ്ട പിന്തുണ കൊടുക്കും. അങ്ങനെ കൊടുക്കാതിരുന്നാൽ ഈ സാമൂഹ്യ നീതി തേടുന്ന പാവപ്പെട്ട വിവിധ സമുദായങ്ങളോട് മുസ്ലിം ലീഗ് ചെയ്യുന്ന കടുത്ത തെറ്റായിരിക്കും. അതുകൊണ്ടാണ് ഈ സംവരണ മുന്നണിയിലെ സംഘടനകളുമായി ചേർന്ന് ഈ ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന അശാസ്ത്രീയമായ, ഗവൺമെൻറ് വെറുതെ ഈ ജനവിഭാഗങ്ങളെ മുഴുവൻ തമ്മിലടിപ്പിക്കുകയാണ്. കാരണം വളരെ അശാസ്ത്രീയമായ ഭരണഘടന എന്ന് പറയുന്ന വന്ന BJPയുടെ ഭേദഗതി അത് തന്നെ ഒരു പുതിയ കാര്യമാണ്, അത് തന്നെ മോശമാണ്. അപ്പോൾ ആ ഭേദഗതിൻ്റെ അപ്പുറം സംസ്ഥാന ഗവൺമെൻറ് ചെയ്ത അശാസ്ത്രീയമായ കാര്യങ്ങളാണ് സംസ്ഥാന ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. അത് സംബന്ധിച്ച് വിശദീകരണം വല്ലതും വേണം എന്നുണ്ട് ബഹുമാനപ്പെട്ട ബഷീർ സാഹിബ് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി മറുപടികളും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ നീക്കങ്ങളും രാജ്യത്തെ അടിമുടി തകർക്കുന്ന വിധത്തിലാണ്. ഇതൊന്ന് വായിച്ചു ഈ രാജ്യത്തെ അടിമുടി തകർക്കുന്ന വിധത്തിലാണ്. രാജ്യത്തെ സമാധാനാന്തരീക്ഷം തകർക്കുകയും മനുഷ്യാവകാശ ലംഘനം നിത്യസംഭവമായി മാറിയിരിക്കുന്നു. രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിലാണ്. പിന്നോക്ക സമുദായ സംവരണം പാടെ ഇല്ലാതാക്കുന്ന നടപടിയാണ് ഭരണഘടന 103 ഭേദഗതിയിലൂടെ ചെയ്തിട്ടുള്ളത്. ഗവൺമെൻറ് ന്യൂനപക്ഷങ്ങളെയും പിന്നോക്ക ജനവിഭാഗങ്ങളെയും തുല്യതയില്ലാത്ത വിധം ദ്രോഹിക്കുന്നു. ഗവൺമെൻറ് ഈ തെറ്റായ നീക്കങ്ങളെ എതിർക്കുന്ന കാര്യത്തിൽ സമാന ചിന്താഗതിയുള്ള പ്രസ്ഥാനങ്ങളുമായി യോജിച്ച് കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന പ്രതിഷേധ നടപടികൾ എടുക്കാൻ ഈ യോഗം തീരുമാനിച്ചു. ഈ നേതാക്കൾ പറഞ്ഞത് ഈ പിന്നോക്ക സമുദായ മുന്നണിയുമായിട്ട് യോജിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭ സമരങ്ങൾ ശക്തിപ്പെടുത്തുന്നതോട് പറയില്ല. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്നാണ് ഈ വരുന്ന 9-ാം തീയതി എല്ലാ ജില്ലാ കളക്ടറേറ്റിന് മുമ്പിലും സംവരണ അട്ടിമറിക്കെതിരായിട്ട് സംവരണ മുന്നണി സമരം പ്രഖ്യാപിച്ചിട്ട് ഞങ്ങൾ സജീവ പങ്കാളിത്തമുള്ളവരാണ്. ഇത് വിജയിപ്പിക്കാൻ വേണ്ടി സമ്മേളനം ഈ ഇന്നത്തെ മീറ്റിംഗ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതോടുകൂടി തന്നെ ഇനി അവർ ആരംഭിക്കാൻ പോകുന്ന പ്രക്ഷോഭ സമരങ്ങളിൽ മുസ്ലിം ലീഗും വളരെ സജീവമായിട്ട് പങ്കുവഹിച്ചുകൊണ്ട് നേതൃത്വപരമായി പങ്കുവഹിച്ചുകൊണ്ട് ശക്തമായിട്ട് കാര്യത്തിൽ മുന്നോട്ട് അതിനെപ്പറ്റി പറയാനുള്ളത് ചോദിക്കാനും ഞങ്ങളെ മെയിൻ രാഷ്ട്രീയ പ്രശ്നം, അതുപോലെ സംവരണ പ്രശ്നം, അതുപോലെ എന്തെങ്കിലും വേറെ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു. നേരത്തെ ഈ സംവരണ വിഷയത്തിൽ ലീഗ് മുൻകൈ എടുത്തിട്ടാണ് മീറ്റിംഗ് വിളിച്ചത്. പിന്നീട് സമരത്തിലേക്ക് പോകുന്നത് മറ്റ് സംഘടനകളാണ്, മതസംഘടനകളാണ്. ഇനി അവരുടെ സമരത്തിൽ ലീഗ് ചേരുകയാണോ, അല്ലെങ്കിൽ അവരെ കോർഡിനേഷൻ ലീഗ് ഏറ്റെടുക്കുകയാണോ? ലീഗ് ചേരുന്നത് വിവിധ ജനവിഭാഗങ്ങൾ, വിവിധ സമുദായങ്ങളുള്ള സംവരണ മുന്നണിയുടെ പ്രക്ഷോഭത്തിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങളൊരു മെമ്പറാണ്. മാത്രമല്ല ഈ സമരത്തിൽ എല്ലാവരും സംവരണ സമുദായത്തിലെ എല്ലാവരും വളരെ ആവേശപൂർവ്വം പങ്കെടുക്കേണ്ട സംഗതി ഇതിലുണ്ട്. അതിലൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഈ ഇതിലെന്താണ് മുസ്ലിം ലീഗും അല്ലെങ്കിൽ വളരെ കോടിയേരി ഭാഷയിൽ തുടർച്ചയായിട്ടുള്ള പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗ് മറ്റ് ആൾക്കാർ കൂടി ചേർന്ന് ചെയ്യുകയാണ് എന്നൊക്കെ പറയാം. തെറ്റാണ്. കാരണം വെച്ചാൽ ഇതിൽ ഈ സംവരണ സമുദായങ്ങളുടെ കാര്യങ്ങൾ പരിശോധിച്ചാൽ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ യാതൊരു അർത്ഥമില്ല. കാര്യം എന്താ വെച്ചാൽ ഈ ഇതിൻ്റെ കാറ്റഗറീസ് നിങ്ങൾക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് ജനവിഭാഗങ്ങളിലുണ്ട്. അവർക്കൊക്കെ തന്നെ ഒരു കോട്ടയുണ്ട്. അത് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ വർഗീയമായിട്ട് ചെയ്യുന്നു, ലീഗ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥമില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഇഴവരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ലത്തീൻ കത്തോലിക്കരുണ്ട്, പിന്നോക്ക അതർ ബാക്ക്വേർഡ് ഹിന്ദുസ് ഉണ്ട്, അങ്ങനെ പല തീവ്ര സമയമുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാറ്റഗറീസ് ഇതിലുണ്ട്. അപ്പോൾ ഇതിൽ നാടാർ വിഭാഗമുണ്ട്. ഇവരെല്ലാം ഉള്ളൊരു മൂവ്മെൻ്റാണ് പിന്നെ. അതായത് ഇവിടെ 80% ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന വിവിധ തരത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ഇതിലുണ്ട്. അതുകൊണ്ട് ഇതൊരു മുസ്ലിം ഇഷ്യൂ അല്ല. ഒരു മുസ്ലിം ലീഗ് മുസ്ലിമുകൾക്ക് ഇതിൽ ഷെയറുണ്ട്. അവർക്ക് 7% ഉണ്ട്, ചിലയിടത്ത് ഉദ്യോഗത്തിലാണെങ്കിൽ 12% അങ്ങനത്തെ ഉണ്ട്. അതുകൊണ്ട് ഇതിനെ ഒരിക്കലും അവർക്ക് എന്താക്കണമെന്ന് പറ്റില്ല. ആ നിലയിലുള്ള പ്രചരണം മനസ്സിലാക്കില്ല.
ഞങ്ങൾ സജീവമായിട്ട് പങ്കുപോയി. മതസംഘടനകൾ മതസംഘടന അവർ വേറെ നടത്തണം. അതായത് ഞാൻ പറഞ്ഞ ഇത് മാത്രം, അതായത് വേറെ ആളുകൾ ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളെ മുന്നണിക്ക് പണ്ട് മുതലേ ഞങ്ങളെ സംഭരണ മുന്നണിയിൽ മുന്നണിയിൽ പിന്നെ നമ്മളെ പോഷക സംഘടനകളൊക്കെ പ്രക്ഷോഭത്തിലുണ്ട്. പലരും ഇതൊന്നും ഇല്ലാത്തവരും വന്നിട്ട് ഈ മൂവ്മെന്റ് പിന്നോക്ക ജനവിഭാഗത്തിന്റെ മൂവ്മെന്റ് വളരെ ശക്തിപ്പെടാൻ പോവുകയാണ് രാജ്യത്ത്. അപ്പോൾ ഞങ്ങൾ ഈ ബാനറിൽ ഇല്ലാത്തവരുണ്ട് ഇതിന്റെ എഫക്റ്റഡ് പാർട്ടീസ് ഇനിയും വന്നേക്കും, അത് സംശയമില്ല. അത്ര അശാസ്ത്രീയമായിട്ടാണ് ഗവൺമെന്റ് ഇത് ചെയ്തിരിക്കുന്നത്. ഗ്ലാരിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോൾ അത് ചർച്ച ചെയ്യുന്നില്ല. നമ്മളൊരു കോസിന് വേണ്ടി നിൽക്കുകയാണ്. ഒരു കോസ് എന്ന് പറഞ്ഞാൽ സംഭരണ സമുദായങ്ങളോട് കേരള ഗവൺമെൻറ് വളരെ അശാസ്ത്രമായ രീതിയിൽ ഇത് അട്ടിമറിക്കുന്ന രീതിയിൽ ഒരു തീരുമാനം എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അത്തരം ഒരു തീരുമാനം എടുത്ത് വിവിധ സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടാക്കിയത് കേരള ഗവൺമെൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഓരോ സമുദായത്തിൻ്റെ കാര്യം പറഞ്ഞ് ഈ വിഷയം ചർച്ച ചെയ്യാൻ നമ്മൾ നിൽക്കുന്നില്ല. നമ്മൾ ഈ സംഭരണ സമുദായ മുന്നണിയിൽ അംഗം എന്നുള്ള നിലക്ക് ഈ നോബിൾ കോസാണ്. കാരണം വെച്ചാൽ വളരെ കാലമായിട്ട് നിൽക്കുന്ന ഒരു സംഭരണം, ആ സംഭരണം അട്ടിമറിക്കുന്ന ഒരു തീരുമാനം സത്യത്തിൽ കേരള ഗവൺമെൻറ് എടുക്കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഞങ്ങൾ അത്തരത്തിലുള്ള പിന്നെ ഈ നോബൽ കോസിന് വേണ്ടി അല്ലേ നമ്മൾ പ്രശ്നം. പിന്നെ ഇതിൽ മറ്റൊരു സംഗതി, ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്ന മറ്റൊരു കാര്യം മറ്റേ ഞങ്ങൾ പറഞ്ഞു, ഒരു മുസ്ലിം ഇഷ്യൂ അല്ല, ഇതിൽ പറഞ്ഞ എല്ലാ സമുദായങ്ങളും ജനവിഭാഗങ്ങളും. വേറെ സംഗതി ഇവർ പറയുന്നത് ഇതിൻ്റെ പേര് തന്നെ ശരി തെറ്റാണ്. ഇതെന്താണെന്ന് വെച്ചാൽ EWS എന്ന പേരാളിപ്പോൾ അങ്ങനെ സാമ്പത്തിക പിന്നോക്കം. ശരിക്കും പറഞ്ഞാൽ ഇതല്ല, ശരിക്കും പറഞ്ഞാൽ മുന്നോക്ക സമുദായ സംവരണമാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞു, ഇവിടുത്തെ പാവപ്പെട്ട സമ്പന്ന സമുദായ ഏത് സമുദായക്കാരുണ്ട് ഉയർന്ന അവരിതിൽ ജയിക്കാൻ പോകുന്നില്ല, അവർക്ക് ദോഷം വരും. അങ്ങനെ അറിയില്ല. ഇതിൻ്റെ കഴിഞ്ഞ ശശിധരൻ നായർ കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇതിന് എലിജിബിൾ ആയിരുന്ന ആൾക്കാർ ആരാന്നറിയോ? മുനിസിപ്പാലിറ്റിയിൽ കോർപ്പറേഷനിൽ 50 സെൻറ്റ് ഭൂമിയുള്ളത്, മുനിസിപ്പാലിറ്റിയിൽ 75 സെൻറ്റ് ഭൂമിയുള്ളത്, പഞ്ചായത്തിൽ 2.5 ഏക്കർ ഭൂമിയുണ്ട്. പിന്നെ വരുമാനം 4 ലക്ഷം. നിങ്ങൾ ഉദാഹരണം എടുത്താൽ നമ്മൾ കോഴിക്കോട് കോർപ്പറേഷൻ 50 സെൻറ്റ് ഭൂമിയുള്ള ഒരാളുടെ പൊസിഷൻ എന്തായിരിക്കും സമൂഹത്തിൽ? എറണാകുളത്ത് നമ്മൾക്ക് സാധാരണ നോക്കിയാൽ 25 ലക്ഷത്തോളം റുപ്യ വരുന്നു. എറണാകുളം, കൊച്ചി, കോഴിക്കോടൊക്കെ 25 × 50 അവൻ്റെ കയ്യിൽ എത്ര കോടിയായി? അങ്ങനത്തെ ഒരാൾ ഈ കാറ്റഗറിയിൽ വരികയാണ്. നിങ്ങൾ കാണേണ്ട കാര്യം ഇവരെ എല്ലാവരും പറ്റിക്കുകയാണ് ഗവൺമെൻറ്. ഈ 50 കോടി ഉറുപ്പിയുള്ള ഒരാൾ സമുദായത്തിനകത്തുണ്ട്, ഈ കാറ്റഗറി ഉണ്ടെങ്കിൽ അവിടെ അടക്കാൻ വരുന്നവർ, ജോലി ചെയ്യാൻ വരുന്നവർ, പാവപ്പെട്ടവർ, പിന്നോക്കക്കാരായിട്ടുള്ള മുന്നോക്ക സമുദായത്തിന് ഇത് കിട്ടാൻ പോകുന്നില്ല. കാര്യം വെച്ചാൽ മറ്റവർക്ക് എന്തുണ്ടാവും? അവർ കുറച്ച് ഉയർന്ന പൊസിഷനിലാണ്. ഇപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടാവും, സ്കൂളിൽ പോകാൻ പറ്റിയിട്ടുണ്ടാവും, കോളേജിൽ പോകാൻ പറ്റിയിട്ടുണ്ടാവും, എപ്പോഴും കൂടുതൽ സാമ്പത്തിക ശക്തിയും ഉള്ളവരാണ്. ആ കാറ്റഗറിൻ്റെ കൂടെ ഈ സാധുക്കളെ കൂടി പെടുത്തിയാൽ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ ആ കോട്ടയിലുള്ള ജോലി കിട്ടാൻ വേണ്ടി പോകുന്നത് മുന്നോക്ക സമുദായത്തിലെ മെച്ചപ്പെട്ടവർക്കാണ്. ആ കാറ്റഗറിയിൽ ഉള്ള വെച്ചിട്ട് അതിന് മേലുള്ള പെർസെൻ്റാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്നാൽ ഈ നിലയിൽ ഒരു വലിയ ഒരു പരാജയത്തിലേക്ക് ഒന്ന് അതിൻ്റെ കുഞ്ഞാൻ സാഹിബ് പോയിട്ട് പറഞ്ഞു. ഇതിൽ നിഷേധിക്കപ്പെടുന്ന അവസരം പിന്നോക്ക വിഭാഗത്തിൻ്റെതല്ല, പിന്നോക്ക വിഭാഗത്തിൻ്റെ മെറിറ്റിനാണ് തകടം മറിക്കുന്നത്. മുന്നാക്ക സമുദായങ്ങളെയും ബാധിക്കും. അതായത് വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ നമ്മൾ ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ്. സർക്കാർ പുലിവാല് പിടിച്ചിരിക്കുക. സത്യത്തിൽ പുലിവാല് പിടിച്ചിരിക്കുക. ഇതിൽ മെറിറ്റിനെയും ബാധിക്കും. ഇപ്പോൾ അവരുടെ ഘടകകക്ഷികൾക്ക് തന്നെ ഒക്കെ ഇതൊക്കെ പരിശോധിക്കേണ്ടി വരും. അവർക്ക് തന്നെ പരിശോധിക്കേണ്ടി വരും. തെറ്റുണ്ടെങ്കിൽ തിരുത്തും നമ്മൾ ചർച്ച വേറൊരു തലത്തിലേക്ക് ചർച്ച കൊണ്ടുപോകുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കോൺഗ്രസ് ലീഗ് പ്രശ്നമല്ല. ഇന്നിപ്പോൾ ഞങ്ങൾ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായി പിന്നെ വളരെ ശക്തമായ പ്രക്ഷോഭം നടത്തുന്ന ഒരു കാര്യം തീരുമാനിച്ച് പിരിഞ്ഞതാണ് പാർട്ടി. അപ്പോൾ നിങ്ങൾ ആ ചർച്ചയെ കോൺഗ്രസ് ലീഗ് പ്രശ്നം
ഇതിൽ കോൺഗ്രസ് എന്താ തീരുമാനിക്കാത്തത്, അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എന്തൊക്കെയാണ് തീരുമാനിക്കുന്നതിൻ്റെ ചർച്ചയിലേക്ക് പോയാൽ നിങ്ങൾ തന്നെ റിപ്പോർട്ടിംഗ് ഒക്കെ വേറെ തരത്തിലായി മാറും. അത്തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് ഈ പത്രസമ്മേളനത്തിനെ കൊണ്ടുകൊണ്ടാണ് വളരെ ലിഖിതമായി ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. അതായത് സ്വർണ്ണക്കടത്ത് മയക്കുമരുന്ന് ലോബികൾക്ക് കേരളം വിറ്റ് കാശ് ഇതാണ്. അതിൽ UDF ഒറ്റക്കെട്ടായിട്ട് പരിശോധന നടത്തും. സംഭരണത്തെ സംബന്ധിച്ച് വളരെ അശാസ്ത്രീയമായ രീതിയിൽ ഗവൺമെൻറ് തീരുമാനമെടുത്ത് ജനവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കുക. ആ ജനവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കുക എല്ലാവരെയും ഇപ്പോൾ മെറിറ്റിലും അഫക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. അത് ഗവൺമെൻറ് പരിശോധിക്കണം. അതുകൊണ്ട് സംഭരണ സമുദായ മുന്നണിയായിട്ട് ചേർന്ന് ഞങ്ങൾ ആ വിഷയത്തിൽ പിന്നെ ഞങ്ങൾ പോഷക സംഘടനകൾ അതുപോലെ തന്നെ മറ്റ് മത സാമൂഹിക സംസ്കാരം അവരൊക്കെ സ്വന്തമായി പ്രക്ഷോഭം നടത്തും. ഈ കാര്യത്തിൽ അത്രയേ ഉള്ളൂ. UDFന് കോൺഗ്രസിന് നയമുണ്ടാവും, ലീഗിന് നയമുണ്ടാവും. അത് ഞങ്ങൾ പിന്നെ UDF ചർച്ച ചെയ്യണം. അത് അങ്ങനെ പോകും. വരുന്ന നവംബർ 9 എല്ലാ കളക്ടറേറ്റ് മുകളിൽ പിന്നോക്ക മുന്നണി നടക്കുന്ന സമരത്തിൽ ഞങ്ങൾ വളരെ സജീവമായിട്ട് പങ്കെടുക്കും. ഇതാണ് ഇന്നത്തെ ഇത്രയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഇന്ന് വിലയിരുത്തി. സീറ്റ് വിഭജനം പിന്നെ പല സ്ഥലത്തും ആരംഭിച്ചിട്ടേ ഉള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു രമ്യമായി പരിഹരിക്കാൻ പറ്റുന്ന രീതിയിൽ ഓരോ സ്ഥലത്തും മാറും. അപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഞാൻ പറയാം, കോർപ്പറേഷൻ ഏകദേശം നമ്മൾ സീറ്റ് വിഭജനം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ പ്രാദേശികമായി പലരും അവരുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നീക്കുന്നുണ്ട്. എവിടെയെങ്കിലും ക്രിട്ടിക്കലായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മണ്ഡലം തലത്തിൽ വരും, ജില്ലയിൽ വരും, സ്റ്റേറ്റിലേക്ക് പോകേണ്ടത് സ്റ്റേറ്റിൽ വരും. എനിക്ക് തോന്നുന്നു അങ്ങനെ വരാൻ സാധ്യതയില്ല. അത് ജില്ലാ തലത്തിൽ തന്നെ തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അത് വിജയകരമാകും എന്നുള്ളതാണ് ഇപ്പോൾ കോഴിക്കോടൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതിൽ വെച്ച് പറയാൻ പറ്റുക. അതേപോലെ തന്നെ നമ്മൾ പുതിയ തലമുറ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം പാർട്ടി അത് ഇന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അവസരം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നിബന്ധനകൾ വെച്ചിട്ടുള്ളത്. 3 ടേം എന്നുള്ളത് എന്നുള്ളത് വളരെ സ്ട്രോങ്ങായിട്ട് അതാണ് മുനീർ പറഞ്ഞത്. അതെ, എടുത്ത തീരുമാനം ഒരുവിധ മാറ്റമില്ല. പുതു തലമുറക്ക് അവസരം കൊടുക്കാൻ വേണ്ടി എടുത്ത ഒരു തീരുമാനമാണത്. അതിൽ പാർട്ടി സ്ട്രോങ്ങായിട്ട് പോകാമെന്ന് വർക്കിംഗ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അതൊക്കെ നേരത്തെ വളരെയധികം വിശദീകരിച്ച കാര്യങ്ങളാണ്. പുതിയൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. ഓക്കെ, അശാസ്ത്രീയത മാത്രമാണ് ഇപ്പോൾ വിഷയം. ഈ 10% സംവരണത്തിന് ലീഗ് എതിരല്ലേ? അല്ല, ഇനിയിപ്പോ അതൊക്കെ ബഷീർ സാഹിബ് അതൊക്കെ വിശദീകരിച്ച് പറഞ്ഞല്ലോ. ഇനി നമ്മൾ വിശദീകരിച്ച് പറയാം. അത് ഞങ്ങൾ വോട്ട് ചെയ്ത് ഞങ്ങളെതിരാണ്. ഞങ്ങൾ ആ ഭരണഘടനാ ഭേദഗതിക്ക് എതിരാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രഖ്യാപിത നയമാണ്. വളരെ കാലമായിട്ട് നിൽക്കുന്ന ഒന്നാണ്. ഞങ്ങൾ അതിനെതിരായി വോട്ടും ചെയ്തല്ലോ. കോൺഗ്രസ് എതിരായി വോട്ട് ചെയ്തിട്ടില്ല. അതിലൊന്നും പുതിയ കാര്യങ്ങളൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. ഇനി ഭൂത നിങ്ങളെടുത്ത് കേട്ടിട്ട് അതിന് പ്രതികരണം പറയാം. മോശമല്ലേ? ആയിക്കോട്ടെ. KPCC പ്രസിഡന്റ് അല്ല, അതെ നടത്തി നിങ്ങൾ പറയുന്നു. നടത്തിയിട്ടുണ്ടോ ഇല്ലയെന്ന് KPCC പ്രസിഡന്റിനോട് ചോദിച്ചതിന് ശേഷം അങ്ങനെയല്ല മറുപടി പറയാൻ പറ്റില്ല. അതൊക്കെ അല്ല, അതൊക്കെ പാർട്ടി ഞങ്ങൾ നിരുത്തരവാദപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ല. അതുകൊണ്ട് തന്നെ MC കമറുദ്ദീൻ ഉൾപ്പെട്ട ഒരു ബിസിനസ് പൊളിഞ്ഞ ഒരു വിഷയം, ആ വിഷയത്തിൽ ഒരുപാട് സാധാരണക്കാർക്കും ആളുകൾക്കും പണം കൊടുക്കാറുണ്ട് എന്നുള്ള വിഷയം അത് നേരത്തെ പാർട്ടി വിലയിരുത്തിയതാണ്. ഞങ്ങൾ അതിലെടുത്ത തീരുമാനം ആ പണമൊക്കെ ബന്ധപ്പെട്ട അവർ എൻ്റെ ജ്വല്ലറിയുടെ ഉടമസ്ഥരും അതുപോലെ തന്നെ ബാക്കിയുള്ളവരും എല്ലാം കൂടി അത് കഴിയുന്നതും വേഗം തിരിച്ചു കൊടുക്കണം എന്നാണ് ഞങ്ങളെടുത്ത നിലപാട്. അതിന് ചില അവധികളൊക്കെ കൊടുത്തിരുന്നു. അതേപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. അത് പറഞ്ഞാൽ അത് അവർ ചെയ്തോളും. അതിനപ്പുറം പാർട്ടിക്ക് അതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല. ഞങ്ങൾ ശക്തമായി പണം തിരിച്ചു കൊടുക്കണം എന്നുള്ള സ്റ്റാൻഡ് ആണ് എടുത്തത്. അത് തിരിച്ചു കൊടുക്കേണ്ട വേണം, കൊടുത്തേ പറ്റുള്ളൂ. ആ ഒരു സ്റ്റാൻഡ് പാർട്ടി എടുത്തു എന്നല്ലാതെ പാർട്ടി ഇപ്പോൾ അവിടുന്ന് കണക്കൊക്കെ വാങ്ങിയിട്ട് ഓരോരുത്തരെ തോന്നും അങ്ങനല്ല.
അങ്ങനെ ഒരു വിഷയമില്ല, അതൊരു കച്ചവടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കച്ചവടത്തിൽ എന്ത് സംഭവിച്ചാലും പാവപ്പെട്ട ആളുകൾക്ക് ആസ്തി വിറ്റോ ബന്ധുമിത്രാദികളിൽ നിന്ന് ഒക്കെ വാങ്ങിയോ എങ്ങനെയാലും തിരക്കില്ല, പണം തിരിച്ചു കൊടുക്കണം. ഇതാണ് പാർട്ടി എടുത്ത സ്റ്റാൻഡ്. അത് അവർ കൊടുത്തോളണം. അതിൻ്റെ അപ്പുറം അതിൽ പാർട്ടിക്ക് യാതൊരുവിധ ഇൻവോൾവ്മെൻറ്റും ഇല്ല, കൈകാര്യം. ഇതാണ് അതിൻ്റെ സ്റ്റാൻഡ്. അല്ല ഞാനെ അല്ല അങ്ങനെ ഒരു വിഷയം ഇതുവരെ വന്നിട്ടില്ല. കൊടുക്കാതിരിക്കൂല, കൊടുക്കാൻ കഴിയില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. കഴിയും തന്നെയാണ് പറയുന്നത്. ഞങ്ങളത് വെയിറ്റ് ചെയ്യാം. തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സർക്കാരിനെതിരെയുണ്ട്. സമരം ഒരു വഴിക്ക് നടക്കുന്നുണ്ടെങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പുള്ള ഒരു ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ഒരു വിലയിരുത്തൽ സർക്കാരിനെതിരെയുള്ള വിലയിരുത്തലായി അല്ലെങ്കിൽ അതിന് വലിയ വലിയ നേട്ടം ഉണ്ടാക്കാൻ അല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF വലിയ നേട്ടം ഉണ്ടാവും, ഒരു സംശയമില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ പോലും പറ്റാത്ത സ്ഥിതിയിലാണ് ഇടതുമുന്നണി. മുഖം നഷ്ടപ്പെട്ട ഇടതുപക്ഷ മുന്നണിക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോലുള്ള ആത്മധൈര്യമില്ല. അതാണ് വസ്തുത. UDF പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം കൊയ്യും, അതിലും സംശയം വേണ്ട. പിന്നെ ആ റിസൾട്ടിന് എന്താണ് ഏതാണെന്നുള്ളതൊക്കെ ഞങ്ങൾ UDF ചേർന്ന് ഞങ്ങൾ പറയാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, UDF പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കും. ഈ മുന്നോക്ക സംവരണ വിഷയത്തിൽ മുസ്ലിം ലീഗ് ഇപ്പോൾ ഒരു സമരത്തിന് ഇറങ്ങുകയാണെന്നാണ് പറഞ്ഞത്. ഇല്ല, അങ്ങനെ പറഞ്ഞില്ല. കാരണം മുസ്ലിം ലീഗ് ബാക്ക്വേർഡ് മുന്നണി നടത്തുന്ന സമരത്തിൽ ഞങ്ങൾ സജീവ പങ്കാളിത്തമായി. ഞങ്ങളതിൽ മെമ്പറാണ്, സജീവ പങ്കാളിത്തം. കോൺഗ്രസിനെ പോലും ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ഒരു വിഷയത്തിൽ അല്ല, അത് അവർക്ക് ചോദിച്ചു ഒരിക്കൽ ആ വിഷയത്തിൽ ഞങ്ങൾ ഒരിക്കൽ മറുപടി പറഞ്ഞു. ഓക്കെ, കോൺഗ്രസിന് നയം ഞങ്ങൾക്ക് ഞങ്ങൾ അതിൽ പ്രശ്നമില്ല, നേരത്തെ പറഞ്ഞു. ഓക്കെ 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 പിന്നെ ചെയ്യാലോ. മത സാമൂഹിക സാംസ്കാരിക സംഘടനകൾക്കൊക്കെ അവരുടേതായ നിലയിൽ ഈ കാര്യങ്ങളിൽ ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഞങ്ങളുടെ പോഷക സംഘടനകൾ തന്നെ ചിലപ്പോൾ ഉണ്ടാവും. ഓക്കെ.